ശ്രീ വി ടി ബൽറാം, എന്താണ് ഇപ്പോഴത്തെ പ്രതികരണം? മോഹൻലാലിന്റെ ഖേദപ്രകടനം വന്നിരിക്കുന്നു, പക്ഷേ ഓർഗനൈസറിൽ വീണ്ടും ശക്തമായ വിമർശനങ്ങളുമായി ലേഖനങ്ങൾ വരുന്നു. ഇപ്പോൾ കട്ടോടുകൂടി തന്നെ സിനിമ വരും ദിവസങ്ങളിൽ എത്തുമെന്നും ഏറെക്കുറെ ഉറപ്പാവുകയാണ്. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിലെ വാചകങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു നിവൃത്തികേടിന്റെ ഗതികേടിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ള വാദത്തെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അത്രത്തോളം വലിയ പ്രഷറാണല്ലോ അദ്ദേഹത്തിന്റെ മേൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള വിവാദം എന്ന് പറയപ്പെടുന്ന എല്ലാ സീനുകളും കട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ അത് അങ്ങേറ്റത്തെ ഒരു കീഴടങ്ങലായിട്ട് അത് മാറും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആ നിലയ്ക്ക് ഒരു അതിര് കടന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള എമ്പുരാന്റെ ടീമിനെ ആ നിലയ്ക്ക് നമുക്ക് പൂർണ്ണമായിട്ട് അവരെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു നാടിന്റെ പൊതു വിഷയമായിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ഒരു പിന്തുണയുടെ ഒരു ബ്ലാങ്ക് ചെക്ക് നൽകിയത് അത് ഈ നാടിന്റെ പിന്തുണ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുണ്ട് എന്ന് ഈ എമ്പുരാൻ ടീമിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള പ്രഷർ അവർക്ക് മുകളിൽ വരുന്നു എന്നും അതിന്റെ മുകളിൽ അവർക്ക് ഒരു നമ്മുടെയൊക്കെ പിന്തുണ കൊണ്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതും അത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം തമിഴ്നാട്ടിൽ വിജയിയുടെ ശരി, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധം നഷ്ടമായി പോയി. അദ്ദേഹം അവസാനം പറഞ്ഞു വന്നത് തങ്ങളൊക്കെ കൊടുത്ത ഒരു ആത്മവിശ്വാസം അത് അവർക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ബ്ലാങ്ക് ചെക്ക്, പിന്തുണയുടെ ബ്ലാങ്ക് ചെക്കാണ് തങ്ങൾ നൽകിയത്. പക്ഷേ അവർ തന്നെ തിരുത്തൽ വരുത്താൻ തയ്യാറാകുന്ന സ്ഥിതിക്ക് മറ്റൊന്നും നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആശങ്ക കൂടിയാണ് ബൽറാം പങ്കുവച്ചത്.